ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിജയ് കിച്ചൻ ആർട്ട്. ഇന്ന് അവധി. അപ്പം ഞാനിന്നൊരു പൊതിച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വാഴയില മേടിച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ പോലെ ഫ്രഷ് ഒന്നും കിട്ടത്തില്ല. അതായത് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. ചിലപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇതിനുള്ളിൽ ഒക്കെ കീറിയ ഇല തന്നെ ഇവിടെയും കാണുന്നു. പക്ഷെ ഇതിന് കീറിയാലും ഇത് ഉണങ്ങിപ്പോയാലും ഞാൻ എന്തായാലും പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം മോന് പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര കൊതി. പിന്നെ ഇത് ഞാൻ കുറച്ച് അച്ചിങ്ങ പയർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു മെഴുക്ക് വരട്ടാം. പിന്നെ കുറച്ച് ഫ്ലാറ്റ് ബീൻസ് മേടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. ഇതിൻ്റെ തോരൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഇച്ചിരി മീനൊക്കെ വറുത്ത് അതെല്ലാം കൂടെ പൊതിച്ചോറ് കേട്ടോ. അപ്പം ഞാൻ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നുറുക്കി പറക്കിയൊക്കെ എടുക്കട്ടെ. ഞാൻ 3 പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 മീനെ വറക്കുന്നുള്ളൂ. ഇതും വറക്കാൻ നല്ല മീനാട്ടോ. ഞാനൊരു മീൻകറി കൂടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പൊതിച്ചോറിന് വേണ്ടിയിട്ടല്ല. അച്ഛൻ എന്തെങ്കിലും ഒരു ചാറ് കറി ഇല്ലാണ്ട് ചോറ് വയ്ക്കത്തില്ല. മെഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി തോരൻ വയ്ക്കാൻ പോവാണ്. അപ്പം നമ്മുടെ പണികളൊക്കെ തീരാൻ പോവാണ്. അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ മീൻ വറക്കാൻ വെച്ചു. ഇതിപ്പോൾ തോരനും കൂടെ ആയാൽ മതി. പിന്നെ നമുക്കൊരു മുട്ടയില്ലാത്ത ഒരു പൊതിച്ചോറില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മുട്ടയും കൂടെ പൊതിച്ച് വെക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഇലകളൊന്നും അത്ര നല്ലതല്ല, ഇച്ചിരി പഴുത്തതൊക്കെയാണ്. എന്നാലും നമുക്കത് തന്നെ അങ്ങ് വാട്ടിയെടുക്കാം. ഇച്ചിരി സൈഡൊക്കെ കീറിയും പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇലയെല്ലാം വാട്ടി തുടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി വിളമ്പാം. ആദ്യം കുറച്ച് ചോറ് വയ്ക്കാം. ഇനി കുറച്ച് തോരൻ വയ്ക്കാം. നമുക്കിച്ചിരി മെഴുക്ക് പുരട്ടി കൂടെ വെച്ച് കൊടുക്കാം. നല്ല ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി നാരങ്ങ അച്ചാറും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ വറുത്ത മീൻ അതൊരെണ്ണം വയ്ക്കുന്നു. നമ്മുടെ മുട്ട, പൊരിച്ച മുട്ടയും കൂടെ ഇതിൻ്റെ പുറത്തങ്ങ് വയ്ക്കാം. അങ്ങനെ ഒരടിപൊളി പൊതിച്ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പം ഞാനിതൊന്ന് പൊതിഞ്ഞെടുക്കട്ടെ. ഇനി അടുത്തതും പൊതിഞ്ഞെടുക്കാം നമുക്ക്. ഇവിടെ പൊതിച്ചോറൊക്കെ തുറക്കാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇലയൊക്കെ കീറിപ്പോയി, എന്നാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ മീനും മുട്ടയും എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.